ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാർട്ട് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. എന്താണ് ഡാർട്ട്? ഡാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ബേസിക്കലി ഡാർട്ട് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ മൊബൈൽസ് ഇല്ലേ, സ്മാർട്ട് ഫോൺസ്, അതിൻ്റെ അകത്ത് iOS ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഏതൊരു പ്ലാറ്റ്ഫോമിലും ഒരേപോലെ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഡാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം. ഡാർട്ട് എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ ബേസിക് സിൻടാക്സ് ആണ് വോയിഡ് മെയിൻ എന്ന് പറയുന്നത്. അതിന്റെ ആ കേളി ബ്രേസിന്റെ അകത്താണ് നമ്മൾ ഫുള്ള് കോഡും കൊടുക്കുക. ഇവിടെ ജസ്റ്റ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. നമുക്ക് അതിനുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ നമ്മൾ ഹലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ കോഡ് ഓക്കെയാണ്. വോയിഡ് മെയിൻ കൊടുക്കുന്നുണ്ട്. അടുത്ത നമുക്ക് നോക്കാനുള്ള വേരിയബിൾസ് ആണ്. വോയിഡ് മെയിൻ മസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അപ്പൊ ഞാൻ A=2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, 10 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ അസൈൻ ചെയ്തു. 10 എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. അപ്പൊ എൻ്റെ അവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി എറർ കാണാം. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, ഇന്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇന്റ് എന്ന് പറയുന്നത് ആ എന്റെ ഡാറ്റ ടൈപ്പ് ആണ്. എ മീൻസ് 10ന്റെ ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുത്തപ്പോൾ എറർ പോയി. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വേരിയബിൾ? വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് ടെമ്പററി ആയിട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നീട് കോഡിൽ എവിടെയെങ്കിലും ആവശ്യമുള്ളപ്പം ആ വാല്യൂനെ, അതായത് ആ എനെ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. ഇപ്പം ഇവിടെ 10 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഞാൻ എയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ കോഡിൽ എവിടെ എനിക്ക് 10 വേണമെങ്കിലും ഞാൻ ജസ്റ്റ് ആ എനെ കോൾ ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പ്രിന്റിന്റെ അകത്ത് എന്ത് കൊടുത്തു, എന്ന് കൊടുത്തു. ലാസ്റ്റ് സെമിക്കോൺ ഇടാൻ മറക്കരുത്. ഇനി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 10 വന്നിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത് നോക്കാനുള്ളത്, നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് നോക്കാനുണ്ട്. വെറുതെ ഒരു ആൽഫബറ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേരിയബിൾ ആവില്ല. അപ്പൊ ഞാൻ അവിടെ അണ്ടർസ്കോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആണ്, ഇഷ്യൂ ഒന്നുമില്ല. ഇവിടെ 10 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആയിട്ടുണ്ട്. ഈ അണ്ടർസ്കോർ മാറ്റിയിട്ട് അറ്റ് കൊടുത്തു. ഈ അണ്ടർസ്കോർ അറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്. ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ കണ്ടോ കുറെ ഇറർ ഉണ്ട്. അപ്പൊ അതിന്റെ മീനിങ് എന്താ, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് അണ്ടർസ്കോർ നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അണ്ടർസ്കോർ അല്ലാതെ മറ്റുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സ്റ്റാർ, അറ്റ്, ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പാടില്ല. സ്റ്റാർട്ടിങ്ങിലായിക്കോട്ടെ എൻഡിങ്ങിലായിക്കോട്ടെ, അത് പാടില്ല. അതാണ് ഫസ്റ്റത്തെ റൂള്. അപ്പം ആ എക്ക് ശേഷം ഓക്കെ, ഇനി നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ അവിടെ എറർ കാണുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാ? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എപ്പോൾ എന്ത് വേണം, ആൽഫബറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്പേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അണ്ടർസ്കോറും ഇഷ്യൂ ഇല്ല. ഇപ്പൊ A1 കൊടുത്തപ്പം അവിടെ ഇഷ്യൂ ഇല്ല. ഓക്കെ, ഇതാണ് അടുത്ത റൂള്. അതായത് നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത റൂള് എന്ന് പറയുന്നത് കീവേഡ്സ് ഉണ്ടല്ലോ. അതായത് ആ ഒരു പെർട്ടിക്കുലർ വേർഡിന് ഓൾറെഡി അതിന്റെ ഫംഗ്ഷൻ ഇതാണ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ്, അതേപോലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ നമ്മൾ ഫോർ വൈലൊക്കെ യൂസ് ചെയ്യില്ലേ, അങ്ങനത്തെ അങ്ങനത്തെ കീവേഡ് ഒന്നും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിളിന് ഒരു ഇഫ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്ത് നോക്കാം. ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഇഫ് എന്ന് കൊടുത്തു. കൊടുക്കുമ്പോൾ തന്നെ അവിടെ എറർ കാണിക്കുന്നുണ്ടല്ലേ. അപ്പൊ അതെന്തുകൊണ്ടാ, ഇഫിന്റെ ഓൾറെഡി ഇഫ് എന്ന് പറഞ്ഞ ആ ഒരു കീവേഡിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ആണ്. അങ്ങനത്തെ റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അത്തരം കീവേഡ്സ് ഒന്നും എന്ത് വേരിയബിൾസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് അടുത്ത റൂള്. അപ്പൊ വേരിയബിൾസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കാണാം, ഒരു കോഡ് കാണാം അല്ലെ. ഇന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ ടൈപ്പ് ചെക്ക് ചെയ്യുന്നതാണ്. എന്റെ അകത്ത് എന്ത് ഡാറ്റ ടൈപ്പാണ് ഉള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ റൺ ചെയ്യുമ്പോൾ അവിടെ ഇന്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇത് മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഡബിൾ എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് വാല്യൂസ് ആണ്. ഡബിൾ A=2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. 10ന്റെ കൂടെ ഒരു 0.0 കൂടി ആഡ് ചെയ്യണം, എന്നാലേ ഡബിൾ ആവുള്ളൂ. അല്ലെങ്കിലും ഇഷ്യൂ ഒന്നുമില്ല. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ ടൈപ്പ് എന്തായി, ഡബിൾ എന്ന് വന്നിട്ടുണ്ട്. 10.0, അതായത് ഫ്ലോട്ട് വാല്യൂസ് എന്ന് പറയില്ലേ, അതാണ് ഇവിടെ ഡബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതേപോലെ നമുക്ക് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ഉണ്ട്. സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ ക്യാരക്ടേഴ്സ്. അവിടെ മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഈ കോഡ്സിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് കൊടുത്താലും അതെന്താണ്, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആണ്. ഇപ്പൊ നമ്പർ ആയിക്കോട്ടെ, ഫ്ലോട്ട് വാല്യൂസ് ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, കോഡ്സിന്റെ അകത്ത് കൊടുത്താൽ അത് സ്ട്രിംഗ് ആണ്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ബേസിക് ആയിട്ട് വരുന്ന ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇൻറ്റ്, ഡബിൾ, സ്ട്രിങ്. ഇതല്ലാതെ കുറച്ച് ഡാറ്റ ടൈപ്സ് വേറെ ഉണ്ട്. സീക്വൻഷ്യൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയും. അടുത്ത നമുക്ക് നോക്കാനുള്ള ലിസ്റ്റാണ്. ഇപ്പോൾ ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം ലിസ്റ്റ്, പിന്നെ ഡാറ്റ ടൈപ്പാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് എൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. വേരിയബിളിൻ്റെ അകത്ത് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെൻ്റ് ആണ്. സ്ട്രിങ് ആയതിനെ കൊണ്ടാണ് കോഡ്സിൽ കൊടുക്കുന്നത്. ഓരോ എലമെൻറ്റും കഴിയുമ്പോൾ എന്ത് കൊടുക്കുക, കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ താഴെ റൺ ടൈം ടൈപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ലിസ്റ്റിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൺ ചെയ്യുമ്പോൾ. റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ ലിസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് ചെക്ക് ചെയ്യാനുള്ള മാപ്പിംഗ് ടൈപ്പ് ആണ്. മാപ്പ് എന്ന് പറയുന്നത് ഡിക്ഷണറി പോലെയാണ്. കീ വാല്യൂ പേഴ്സ് ആയിട്ടാണ് വാല്യൂസ് എടുക്കുക. അപ്പം മാപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്യണം. അപ്പം കീക്കും അതേപോലെ വാല്യൂക്കും എന്ത് ചെയ്യണം, ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ്, അതായത് കീ ഇൻറ്റ് ആയിട്ടും അതിൻ്റെ വാല്യൂ ഞാൻ അവിടെ സ്ട്രിങ് ആയിട്ടുമാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റ് സ്ട്രിങ് രണ്ടും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ മാപ്പിംഗ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് എം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എം ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യുക, ബ്രാക്കറ്റ്സ്. നമ്മളവിടെ കേളി ബ്രേസസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, കേളി ബ്രേസിൻ്റെ അകത്ത് ഫസ്റ്റത്തെ എന്താ കീ എന്താ ഇൻറ്റാ. അപ്പം 1, അടുത്തത് വാല്യൂ സ്ട്രിങ് ആണ്. പിന്നെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക, നമ്മൾ ലിസ്റ്റിൻ്റെ അകത്ത് ചെയ്ത പോലെ തന്നെ. അതേപോലെ 2, അടുത്തത് സ്ട്രിങ്. 1 എന്നുള്ള കീ ആണ്. രണ്ടാമത് വരുന്നത് അതിൻ്റെ വാല്യൂ ആണ്. 2, 3, കോളൻ്റെ അകത്ത് കോഡ്സ് ഇട്ടിട്ടുണ്ട്, സി. പിന്നെ ലാസ്റ്റ് കേളി ബ്രേസിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, സെമി കോളൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് നോക്കാം. റൺ ടൈം ടൈപ്പും ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. അവിടെ നോക്കിയാൽ കാണാം മാപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കൂടെ വന്നത് അതിൻ്റെ ഡാറ്റ ടൈപ്പാണ്, കീൻ്റെയും വാല്യൂൻ്റെയും. വേണമെങ്കിൽ നമുക്ക് ആ മാപ്പ് ഡാറ്റ ടൈപ്പ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എമ്മിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് സെറ്റാണ്. സെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്യണം. ഓക്കെ, ഡാറ്റ ടൈപ്പ് നമുക്ക് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ സെറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എന്ന് പറഞ്ഞ വേരിയബിൾ ഈക്വൽ ടു കേളി ബ്രാക്കറ്റ്സ്. കേളി ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഇൻറ്റ് എന്ന് പാസ് ചെയ്തതിനെ കൊണ്ടാണ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ഇൻറ്റ് മാറ്റി എന്താക്കുന്നത്, ഡൈനാമിക് ആക്കി നോക്കാം. ഡൈനാമിക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ്, സ്ട്രിങ് ആയിക്കോട്ടെ, ഫ്ലോട്ട് ആയിക്കോട്ടെ, ഡബിൾ ആയിക്കോട്ടെ, ഡബിൾ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഡാറ്റ ടൈപ്സും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ ടൈപ്പ് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ നമ്മൾ നേരത്തെ മാപ്പിൻ്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത പോലെ വേണമെങ്കിൽ റൺ ടൈം ടൈപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതാണ് സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് കൺവേർഷൻ ആണ്. അപ്പൊ ഇൻറ്റ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 10 ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇന്ത്യനെ ഡബിളിലേക്കാണ് ആക്കാൻ പോകുന്നത്. അപ്പൊ ഡബിൾ ബി എന്ന് പറഞ്ഞിട്ട് എനെ ഡബിളിലേക്ക് ആക്കണം. അപ്പൊ എ ഡോട്ട് ടു ഡബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ടു ഡബിൾ ലാസ്റ്റ് സെമി കോളൻ. ഇനി ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കാം, നമുക്ക് അതിന്റെ റൺ ടൈം ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ പ്രിന്റിന്റെ അകത്ത് ബി ഡോട്ട് റൺ ടൈം ടൈപ്പ്, ലാസ്റ്റ് സെമി കോളൻ. ഇതേപോലെ തന്നെ നമുക്ക് എൻ്റെ റൺ ടൈം ടൈപ്പും ചെക്ക് ചെയ്ത് നോക്കാം. എന്നാലും അവിടെ ടൈപ്പ് കൺവേർഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റൺ ചെയ്ത് നോക്കാം. ഇൻറ്റ് ഡബിളിലേക്ക് ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഡബിളിനെ ഇൻറ്റിലേക്ക് ആക്കി നോക്കാം. അപ്പൊ ഡബിൾ എ എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യാം. അതേപോലെ ഇൻറ്റ് ബി എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യാം. ഇനി അവിടെ ടു ഡബിൾ എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കിയാൽ മതി, ടു ഇൻറ്റ് ആക്കിയാൽ മതി. അവിടെ ഡബിളിന് 10.0 ഇടണം. ഇട്ടിട്ടില്ലെങ്കിലും വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ ടൈപ്പ് കൺവേർഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ ആണ്. ഓക്കെ, 10.0 ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഔട്ട് വന്നിട്ടുണ്ട്. ഡബിൾ ഇൻറ്റിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്ത നോക്കാനുള്ളത് ഇൻറ്റിനെ സ്ട്രിങ്ങിലേക്ക് ആക്കുന്നതാണ്. അപ്പൊ അതിനാദ്യം എന്ത് ചെയ്യണം, അവിടെ ഡബിൾ എ എന്നുള്ളത് ഇൻറ്റിനെ സ്ട്രിങ്ങിലേക്ക് ആക്കുന്നതാണ്. അപ്പൊ അവിടെ ഇൻറ്റ് ആക്കുക, ഡബിൾ മാറ്റിയിട്ട്. ഓക്കെ, 10.0 ഉള്ളത് 10 ആക്കുക.
ഓക്കെ. ഈ താഴെ ഇൻറ്റ് മാറ്റിയിട്ട് എന്താക്കുക, സ്ട്രിങ് ആക്കുക. ഇനി അവിടെ ടു ഇൻറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ടു സ്ട്രിങ് ആക്കിയാൽ മതി. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഔട്ട് വന്നിട്ടുണ്ട്. അതാ ഇൻറ്റിജർ എന്നുള്ളത് സ്ട്രിങ്ങിലേക്ക് ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഡബിളിനെ സ്ട്രിങ്ങിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡബിൾ എന്ന് പറഞ്ഞ് കൊടുക്കുക. 10.0 ഇവിടെ കൊടുത്തിട്ടില്ല. കൊടുത്തില്ലെങ്കിൽ ഇഷ്യൂ ഒന്നുമില്ല. താഴെ ചേഞ്ച് ഒന്നുമില്ല. ഇനി റൺ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഡബിൾ ഉള്ളത് സ്ട്രിങ്ങിലേക്ക് ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് സ്ട്രിങ്ങിനെ ഇൻറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സ്ട്രിങ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. കോഡ്സിൻ്റെ അകത്ത് 10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ എന്ത് കൊടുത്താലും അതെന്താണ്, സ്ട്രിങ് ആണ്. നമുക്ക് നമ്പറിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് 10നെ എന്താക്കി സ്ട്രിങ് ആക്കിയിട്ട് കൊടുത്തത്. അതല്ലാണ്ട് ABCD എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എറർ അടിക്കും ആ 10ന് പകരം. ഇനി നമുക്ക് താഴെ ഇൻറ്റ് ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് ബി ഈക്വൽ ടു ഡോട്ട് ഇൻറ്റ് ഡോട്ട് പാഴ്സ്. സോറി, ഇൻറ്റ് ഡോട്ട് പാഴ്സ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ഏനെ കൊടുക്കുക. റൺ ചെയ്ത് നോക്കാം. അവിടെ സ്ട്രിങ് ഇൻറ്റിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഡബിളിനെ, അതായത് സ്ട്രിങ്ങിനെ ഡബിളിലേക്ക് ആക്കണം. അപ്പം ഡബിൾ ബി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇൻറ്റ് ഡോട്ട് പാഴ്സ് ആണ്. ആ ഇൻറ്റ് മാറ്റിയിട്ട് എന്താക്കിയാൽ മതി, ഡബിൾ ആക്കിയാൽ മതി. മുകളിൽ ചേഞ്ചസ് ഒന്നുമില്ല. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സ്ട്രിങ് ഡബിളിലേക്ക് ആയിട്ടുണ്ട്. ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന ടൈപ്പ് കൺവേർഷൻസ്. അടുത്ത നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻറ്റ് എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ 10 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണ്. സോ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരണം, ആ നമ്പർ പോസിറ്റീവ് ആണെന്നുള്ളത് വരണം. ഓക്കെ. അപ്പൊ ഇഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇഫിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ആദ്യം ഇഫ് ഉണ്ടാവും, പിന്നെ സാധാ നോർമൽ ബ്രാക്കറ്റ്സ് ഉണ്ടാകും, അതിനുശേഷം എന്തുണ്ടാവും, കേളി ബ്രേസസ് ഉണ്ടാവും. ഈ കേളി ബ്രേസസിന്റെ അകത്താണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക. ഓക്കെ. ഇപ്പൊ ഞാനിവിടെ സാധാ ബ്രാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്, കേളി ബ്രേസ് കൊടുത്തു. നോർമൽ ബ്രാക്കറ്റ്സിന്റെ അകത്താണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുക. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ത് വരണം, നെഗറ്റീവ് എന്ന് വരണം. ഇപ്പൊ പ്രിന്റിന്റെ അകത്ത് എ ഈസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കൊടുക്കുക. എ ഈസ് നെഗറ്റീവ്. സോറി, അവിടെ കണ്ടീഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എ ലെസ് ദാൻ ഓർ ലെസ് ദാൻ ആണ്, ഈക്വൽ ടു വേണ്ട. എ ഈസ് നെഗറ്റീവ് എന്ന് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, എൽസ് ഇഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുക്കണം. ഓക്കെ. ബാക്കിയൊക്കെ സെയിം ആണ്. ഇഫിന്റെ തൊട്ട് മുമ്പേ ഒരു എൽസ് വരുന്നുള്ളൂ. എൽസ് ഇഫ് ഇവിടെ എന്ത് ചെയ്യണം, എ ഗ്രേറ്റർ ദാൻ 0. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പ്രിന്റിൽ എന്ത് വരും, പോസിറ്റീവ് എന്ന് വരും. ഇനി ഇത് രണ്ടും അല്ല, മൂന്നാമതൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ എൽസിന്റെ അകത്താണ് കൊടുക്കുക. ഈ എൽസീഫ് എന്നുള്ളത് നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഓക്കെ. കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, എ ഈസ് പോസിറ്റീവ്, അതായത് നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ ഈ എൽസ് പാർട്ട് വർക്ക് ചെയ്യും. ഓക്കെ. ഈ കോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം റൺ ചെയ്തിട്ട്. എ ഈസ് പോസിറ്റീവ് എന്ന് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്പർ എന്താണ്, പോസിറ്റീവ് ആണ്. ഇനി ആ 10 എന്നുള്ളത് നെഗറ്റീവ് -10 ആക്കി നോക്കാം. റൺ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് എന്ത് വന്നിട്ടുണ്ട്, നെഗറ്റീവ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇതിന്റെ വർക്കിംഗ് ആണ് അവിടെ കാണുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ, ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത് അതിന്റെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എ നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ എന്ത് വന്നു, ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്തു. നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്പർ പോസിറ്റീവ് ആയപ്പോൾ അവിടെ എന്ത് വന്നു, പോസിറ്റീവ് എന്ന് വന്നു. ഇപ്പൊ 0 ഇൻപുട്ട് ചെയ്ത് നോക്കി, 0 ഇൻപുട്ട് ചെയ്തപ്പോൾ അവിടെ എന്ത് വന്നു, എൽസ് കണ്ടീഷൻ വർക്കായി, എ ഈസ് 0 എന്ന് പറഞ്ഞിട്ട് വന്നു. ഇതാണ് സിംപ്ലി ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫോർ ലൂപ്പ് നോക്കാം. ഫോർ ലൂപ്പിൽ തന്നെ 2-3 വെറൈറ്റീസ് ഉണ്ട്, ഫോർ ഇൻ, ഫോർ ഈച്ച്. അപ്പോൾ ഫസ്റ്റ് ഫോർ ലൂപ്പ് നോക്കാം. അതിന്റെ സിൻടാക്സ് ആണ് കാണുന്നത്. ഫോർ ആദ്യത്തെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു, i ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അടുത്തത് കണ്ടീഷൻ ചെക്ക് ചെയ്തു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ നോക്കി. പിന്നെ അടുത്തത് ഇൻക്രിമെന്റ്. ഞാൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. കേളി ബ്രേസിന്റെ അകത്ത് എന്ത് ചെയ്തു, ആ ഐ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഐ. ഞാൻ റൺ ചെയ്ത് നോക്കാം.
അപ്പോൾ അവിടെ എന്താണ് 0 to 5 വരെ പ്രിന്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ ഇത്ര 0 ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എപ്പോഴാണോ 5ന് ഈക്വൽ ആവുന്നത് അപ്പോൾ ലൂപ്പ് എക്സിറ്റ് ആവും. ഓക്കെ, അടുത്ത നമുക്ക് ഫോർ ഇൻ ലൂപ്പാണ് ചെക്ക് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലിസ്റ്റിന്റെ ആവശ്യമുണ്ട്. ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഐ എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്തു. ഐ ഇൻ എൽ ആണെങ്കിൽ എന്ത് ചെയ്യുക, പ്രിന്റ് ആയി. ആ ലിസ്റ്റ് ഐറ്റംസ് എന്ത് ചെയ്യും, 1 by 1 ആയിട്ട് താഴെ വരും. അതായത് സീക്വൻസിലൂടെ ഐട്രേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഫോർ ഇൻ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ലൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫോർ ഈച്ച് ആണ്. രണ്ടും സിമിലർ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വർക്കിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഫോർ ഈച്ച് ലൂപ്പിലേക്ക് പോവാം. അതിനും ഇതേപോലെ നമുക്കൊരു ലിസ്റ്റിന്റെ ആവശ്യമുണ്ട്. ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ലിസ്റ്റിന്റെ വേരിയബിൾ എല്, പിന്നെ ഫോർ ഈച്ചിന്റെ സിന്റാക്സ് അവിടെ വന്നിട്ടുണ്ട് ഡിഫോൾട്ട് ആയിട്ട്. അവിടെ എന്ത് കൊടുക്കുക, ഐ എന്ന് കൊടുക്കുക. ഐ എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇനി പ്രിന്റിന്റെ അകത്ത് ഐ കൊടുക്കുക. ഐ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഔട്ട് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, 1 to 6 വരെ വന്നിട്ടുണ്ട്. ഈ ഫോറിനും ഫോർ ഈച്ചും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോർ ഈച്ചിൽ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ് അവൈലബിൾ അല്ല. ഫോർ ഇൻ ലൂപ്പിൽ അത് അവൈലബിൾ ആണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ള വൈൽ ലൂപ്പ് ആണ്. ഫോർ ലൂപ്പ് ഇപ്പൊ നോക്കി. വൈൽ ലൂപ്പിന് ഇതേപോലെ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കണം. ഐ ഈക്വൽ ടു 0 എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വൈൽ സാധാ നോർമൽ ബ്രാക്കറ്റ്സ്, അവിടെ കണ്ടീഷൻ കൊടുക്കാം. എപ്പോഴാണ് ലൂപ്പിൽ എക്സിറ്റ് ആവേണ്ടത്. ഇവിടെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ ഈ ലൂപ്പിൽ എക്സിറ്റ് ആവും. ആ പ്രിന്റ് ചെയ്തു, ഐ പ്രിന്റ് ചെയ്തു. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യുക, ഇൻക്രിമെന്റ് ചെയ്യാനുള്ളത് കൊടുക്കുക. അപ്പൊ ഐ പ്ലസ് പ്ലസ് സെമിക്കോളൻ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 1 to 10 വരെ 0 to 10 വരെ വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാ, അതിന്റെ വാല്യൂ 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. ആ വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. 0 10ന് ലെസ് ആണ് അല്ലെങ്കിൽ ഈക്വൽ ടു ആണോ നോക്കി. ഇപ്പൊ ലെസ് ദാൻ ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. ഐ പ്രിന്റ് ആയി, ഇൻക്രിമെന്റ് ആയി. അങ്ങനെ ഇൻക്രിമെന്റ് ആയി 10 വരെ നോക്കി. 11 ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ അവിടെ ഫോൾസ് ആയി. അപ്പൊ ആ ലൂപ്പ് എക്സിറ്റ് ആയി. ഇതാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ കണ്ടീഷൻ ലെസ് ദാൻ എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ അപ് ടു 9 വരെ പ്രിന്റ് ആവുള്ളൂ, 10 വരൂല. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഡു വൈൽ നോക്കാം. ഡു വൈലും സിമിലർ ആണ്. ചെറിയ സിന്റാക്സിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഡു വൈൽ ആദ്യം പ്രിന്റ് ചെയ്യും, ഇൻക്രിമെന്റ് ചെയ്യും, അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പൊ ഡു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇനീഷ്യലൈസ് ചെയ്യണം. ഡു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഐ പ്രിന്റ് ചെയ്തു, ഇൻക്രിമെന്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മളവിടെ വൈലിന്റെ അകത്ത് കണ്ടീഷൻ കൊടുക്കും. സെയിം, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വൈൽ ലൂപ്പിന്റെ കേസിൽ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെ പ്രിന്റ് ചെയ്യും. ഡു വൈലിന്റെ കേസിൽ ആദ്യം പ്രിന്റ് ചെയ്യും, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതാണ് ആകെ വരുന്ന ഡിഫറൻസ്. നമ്മുടെ ബേസിക് ഡാറ്റന്റെ ബേസിക്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 എക്സാമ്പിൾ പ്രോഗ്രാംസ് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 വേരിയബിൾസ് വേണം. ഒന്ന് ഡിക്ലെയർ ചെയ്യാനും, 2 നമ്പേഴ്സ് ഡിക്ലെയർ ചെയ്ത് വെക്കാനും, പിന്നെ അതിന്റെ റിസൾട്ട് എടുത്ത് വെക്കാനും. ഇവിടെ എ എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 ഡിക്ലെയർ ചെയ്തു. അതേപോലെ ബി എന്ന് പറഞ്ഞിട്ട് 20 ഡിക്ലെയർ ചെയ്തു. ഇനി അടുത്തത് ഞാൻ സി എന്ന് പറഞ്ഞിട്ട് വേറെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. എയും ബിയും കൂടി ആഡ് ചെയ്തത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സി ഈക്വൽ ടു എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ടൈപ്പും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ആ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്ലസ് ബി. ഞാൻ സി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്തപ്പോൾ എന്ത് വന്നു, റൺ ചെയ്ത് നോക്കാം. 30 വന്നു. എയും ബിയും ആഡ് ആയിട്ട് 30 വന്നു. ഇനി സെയിം തന്നെ നമുക്ക് മൈനസ് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. ഡി ഈക്വൽ ടു എ മൈനസ് ബി. എന്നിട്ടൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. -10 വന്നിട്ടുണ്ട്, കറക്റ്റ് ആണ്. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം വേറൊരു വേരിയബിളിന്റെ ആവശ്യമുണ്ട്. ഇ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇ ഈക്വൽ ടു എ സ്റ്റാർ ബി. സ്റ്റാർ മീൻസ് മൾട്ടിപ്ലിക്കേഷൻ. ആ ഇനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്തു, റൺ ചെയ്ത് നോക്കാം. 200
യെസ്, കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, ഡിവിഷൻ ഓപ്പറേഷനും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേറൊരു വേരിയബിളിൻ്റെ ആവശ്യമുണ്ട്. വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഡിവിഷൻ നമ്മൾ സ്ലാഷ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സ്ലാഷ് കാണുമ്പോൾ അവിടെ എറർ കാണാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ്, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പലപ്പോഴും റിമൈൻഡേഴ്സ് ഫ്ലോട്ട് വാല്യൂസ് വരാറുണ്ടല്ലേ. അപ്പം അതിനെ കൊണ്ടാണ് അവിടെ ആ ഇഷ്യൂ വന്നത്. ഡബിൾ ആക്കിയപ്പോൾ ആ ഇഷ്യൂ പോയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി പ്രിന്റ് ആക്കി നോക്കാം. ഓക്കെ, എഫ് പ്രിന്റ് ചെയ്തു, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഡിവൈഡ് ചെയ്ത റിസൾട്ടും അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഓഡാണോ ഈവൺ ആണോ, അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഓഡ് ഓർ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പോലെ. നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് നേരത്തെ പഠിച്ച ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടാണ് ചെയ്യുക. ആദ്യം ഇഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ബ്രാക്കറ്റ്സിനകത്ത് കണ്ടീഷൻ കൊടുത്തു. എങ്ങനെയാണ് നമ്മൾ ഓഡാണോ ഈവൺ ആണോ ചെക്ക് ചെയ്യുക? ഓക്കെ, നമ്മൾ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ അതെന്താണ്, ഈവൻ നമ്പേഴ്സ് ആണ്. അല്ലാത്ത നമ്പേഴ്സ് ഒക്കെ എന്താണ്, ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ എ മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ ചെയ്യുക, പ്രിന്റ് ചെയ്യുക. പ്രിന്റ് നമ്പർ ഈസ് ഓഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രോംപ്റ്റ് കൊടുക്കുക. അവിടെ നമ്പർ ഈസ് ഈവൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, നമുക്ക് ഈവൺ നമ്പേഴ്സ് ആണ് ഓഡ് നമ്പേഴ്സ് ആണോ എന്ന് നോക്കണ്ട്. അപ്പം ഓൾറെഡി ഈവൺ നമ്പർ ആണോ എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടി. ഇനി അടുത്തത് എൽസ് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. എൽസിൻ്റെ അകത്ത് എന്ത് കൊടുക്കുക, എൽസ് നമ്പർ ഈസ് ഓഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ സിമ്പിൾ ആണ്. അവിടെ വാല്യൂ മാറ്റി 11 ആക്കി നോക്കാം, എന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്, അവിടെ ഓഡ് എന്ന് വരുന്നുണ്ട്. അതേപോലെ 10 വെച്ചിട്ട് ചെക്ക് ചെയ്തപ്പോഴും നമുക്ക് അവിടെ 0 ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത കോഡ് കറക്റ്റ് ആണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് 1 to 100 വരെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം 1 to 100 ആയതുകൊണ്ട് തന്നെ ഇന്റ് i ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വൈൽ കൊടുത്തു, വൈലിൻ്റെ അകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. എപ്പോഴാണോ 100ന് ഈക്വൽ ആവുന്നത് അപ്പോൾ ലൂപ്പ് എക്സിറ്റ് ആണോ, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. പ്രിന്റ് കൊടുത്തു i. ഇനി അതെന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് ചെയ്യണം. ഇൻക്രിമെന്റ് ചെയ്തു i++. ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ് ടു 100 വരെ പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ എടുത്തൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എക്സാമ്പിൾ പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.